അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ദിവസേന നമ്മൾ ശ്വസിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ ഹൃദയം ദിവസേന ഒരു സെക്കൻഡിന് എത്രയോ തവണ മിടിക്കുന്നുമുണ്ട് അല്ലേ. നമ്മളറിയാത്തൊരു സത്യം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം ഓരോ വട്ടം മിടിക്കുമ്പോഴും അതുപോലെ നമ്മുടെ ശ്വാസകോശം ഓരോ വട്ടം ശ്വസിക്കുമ്പോഴും അള്ളാഹുവിനോട് അനുവാദം വാങ്ങിയിട്ടല്ലാതെ അവ എന്ത് ചെയ്യുന്നില്ല, അവ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ ഒരു ഹറാമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മാതാപിതാക്കളെ ചീത്ത അറിയാണ്, കുട്ടികളെ അടിക്കുകയാണ്, കുട്ടികളെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ നല്ലത് മാത്രമല്ല തിന്മയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൃദയവും അതുപോലെ തന്നെ ശ്വാസകോശവും അള്ളാഹുവിനോട് അനുമതി വാങ്ങിയിട്ടല്ലാതെ അവ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ആ ടൈമിലൊക്കെ നമ്മുടെ ശ്വാസകോശവും അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങളായ നമ്മുടെ ശ്വാസകോശവും നമ്മുടെ ഹൃദയവും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹു, ഞാൻ മിടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അതിന് അനുമതി നൽകുന്നുണ്ട്. ഹൃദയത്തോടും അതുപോലെ തന്നെ ശ്വാസകോശത്തോടും അള്ളാഹു പറയുന്നുണ്ട് നീ മിടിക്കാനും അതുപോലെ തന്നെ ശ്വസിക്കാനും വേണ്ടിയിട്ട്. പക്ഷേ ഈ അവയവങ്ങൾ രണ്ടും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റബ്ബിനോട്. യാ അല്ലാഹ്, അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ പ്രവൃത്തിയല്ലേ, എന്നിട്ടും നീ എന്തുകൊണ്ട് അവന് മിടിക്കാനുള്ള അനുവാദം നൽകുന്നു അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള അനുവാദം നൽകുന്നു? അതിന് റബ്ബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ എൻ്റെ അടിമ എന്ത് ചെയ്തേക്കാം, പിന്നീട് അവൻ എന്നിലേക്ക് പശ്ചാത്തപിച്ചേക്കാം. അതാണ് റബ്ബിൻ്റെ കാരുണ്യം. മനുഷ്യൻ തൻ്റെ തിന്മല പ്രകാരം അവനപ്പം തന്നെ അള്ളാഹു പിടികൂടിയിരുന്നുവെങ്കിൽ പിന്നീട് അവൻ എന്ത് നഷ്ടമായിരുന്നു? ഒരു പശ്ചാത്തപിക്കാൻ അല്ലെങ്കിൽ തൗബ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവന് നഷ്ടപ്പെടുമായിരുന്നു അല്ലേ. അള്ളാഹു നമുക്ക് മരണം വരെ നമ്മുടെ തൗബയുടെ വാതിൽ, പശ്ചാത്താപത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്. ഇനി ആ രണ്ടാമത്തെ ഭാഗമാണ് ഞാനിവിടെ കേൾപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഉമ്മ തൻ്റെ തൻ്റെ പൊടിക്കുഞ്ഞിനെ, തനിച്ച് ഭക്ഷണം പോലും കഴിക്കാൻ അറിയാത്ത ആ കുഞ്ഞിനെ കാണാതായിപ്പോയി. അപ്പോൾ കുഞ്ഞിനെ തിരക്കുന്നുണ്ട്. അപ്പോൾ തിരക്കുന്ന സമയം നമ്മളുടെ സ്വഹാബികളും തിരയുന്നുണ്ട്. ലാസ്റ്റ് കണ്ടെത്തുന്നുണ്ട് ഉമ്മ കണ്ടെത്തുമ്പോൾ ഭയങ്കര വെപ്രാളം. അമ്മക്ക് ഭയങ്കര വെപ്രാളമായിട്ട് കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. വേഗം അങ്ങനെ എന്താ പറയുക, മറ്റുള്ളവർ മുമ്പൊന്നും കൂടെ നോക്കാതെ കുട്ടിക്ക് വേഗം ഭക്ഷണം കൊടുക്കാൻ ഉമ്മ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. വേഗം ഭക്ഷണം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട് തൻ്റെ സ്വഹാബികളോട്, ഇപ്പോൾ ആ ഉമ്മ തൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമോ എന്ന്. അപ്പോൾ സ്വഹാബികൾ ആശ്ചര്യത്തോടു കൂടി തിരിച്ചു ചോദിക്കുന്നുണ്ട്, യാ നബിയെ, താങ്കൾ എന്താണ് പറയുന്നത്? ഒരിക്കലുമില്ല. അമ്മ അത്ര നേരം തൻ്റെ കുഞ്ഞിനെ കാണാതായിട്ട് വേവലാതിപ്പെട്ടുകൊണ്ട് ഇങ്ങനെ തിരഞ്ഞ് തൻ്റെ കിട്ടിയ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ ഒരിക്കലുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാചകമുണ്ട്, മനോഹരമായിട്ടുള്ള വാചകമാണ്. ഇതിനേക്കാൾ എത്രയോ ഇരട്ടി കാരുണ്യമുള്ളവനാണ് നിൻ്റെ റബ്ബ്. അവൻ എങ്ങനെയാണ് നിങ്ങളെ, അതിൽ മനുഷ്യന്മാരെ നരകത്തിലേക്ക് വലിച്ചെറിയുക? എന്നിട്ടും മനുഷ്യന്മാർ നരകത്തിൽ പോകണ്ടെങ്കിൽ ഒരവസ്ഥ എന്തായിരിക്കൂലേ? റബ്ബ് ഇത്രത്തോളം കാരുണ്യവാനായിട്ടും ഒരു പണ്ഡിതനോട് ഒരു ചോദ്യം ചോദിക്കപ്പെടുകയുണ്ടായി. ആ ചോദ്യം ഇങ്ങനെയാണ് കേട്ടോ: നിങ്ങളുടെ റബ്ബ് ഇത്ര കാരുണ്യവാനായിട്ടും എന്തുകൊണ്ടാണ് നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? തിരിച്ച പണ്ഡിതൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. നല്ലൊരു മറുപടിയാണത്. പണ്ഡിതൻ പറയുന്നുണ്ട്, എൻ്റെ റബ്ബ് ഇത്ര കാരുണ്യവാനായിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ ആ നരകത്തിൽ പോകുന്നത്? ആ ക്വസ്റ്റ്യൻ്റെ വേരിയേഷൻ ഒന്ന് നോക്കണം. എന്തുകൊണ്ട് നിൻ്റെ റബ്ബ് നരകം സൃഷ്ടിച്ചു എന്നല്ല, നിൻ്റെ റബ്ബ് ഇത്ര കാരുണ്യവാനായിട്ടും നീ എന്തുകൊണ്ട് നരകത്തിൽ പോയി? നിൻ്റെ മരണം വരേക്കും തൗബയുടെ വാതിൽ തുറന്നു കിടക്കില്ലായിരുന്ന? എപ്പോൾ വേണമെങ്കിലും നിനക്ക് തൗബ ചെയ്യൂടായിരുന്ന? തൗബയുടെ വാതിൽ മരണം വരേക്കും അവൻ്റെ മുമ്പിൽ അള്ളാഹു തുറന്നെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളോട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വാഹിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.